സാറേ, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന, അതിന് എതിരായിട്ടുള്ള കുർബാന, എന്തൊക്കെയോ തർക്കങ്ങൾ ഈ ക്രൈസ്തവ സഭകളിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ വാർത്തകളാണ് പത്രങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അല്ല, ഇതിൽ ഇപ്പോൾ കത്തോലിക്ക സഭ വിശേഷിച്ച് എറണാകുളം അങ്കമാലി രൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് ഏത് ക്രൈസ്തവ പ്രശ്നങ്ങൾക്കും ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ടാകും, ഒരു ലിറ്റേർജിക്കൽ ഡയമെൻഷൻ ഉണ്ടാകും, ഒരു സെക്കുലർ ഡയമെൻഷൻ ഉണ്ട്. ഇതിൽ ഈ സ്പിരിച്വൽ ഇഷ്യൂസിനെ കുറിച്ചും ലിറ്റേർജിക്കൽ ആരാധനാക്രമത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും ഒന്നും ആ സഭയിലല്ലാത്തവർക്ക് അധികാരമോ അവകാശമോ ഇല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതിൻ്റെ ആരാധനാക്രമം, ആ ആരാധനാക്രമം എങ്ങനെ നിശ്ചയിക്കണം എന്ന് സത്യത്തിൽ തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അതിന് ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ബോഡിയുണ്ട്, അവർക്ക് സംവിധാനമുണ്ട്, അതിന് സുശക്തമായ സംവിധാനമുണ്ട്. ആ സുശക്തമായ സംവിധാനമാണ് ഈ സിനഡ് എന്ന് പറയുന്നതൊക്കെ. ആ സിനഡിൽ ഇത്തരം ഒരു കാര്യങ്ങൾ വരികയും അവർ ചർച്ച ചെയ്യുകയും ഒരു തീരുമാനം എടുക്കുക കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതല്ല. ആ തീരുമാനത്തിൽ തർക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധ പിതാവ് എന്ന് കത്തോലിക്ക സഭ വിശേഷിപ്പിക്കുന്ന സഭയുടെ തലവനായ പോപ്പിന് കൈമാറും. മാർപ്പാപ്പയാണ് അതിനകത്ത്. മാർപ്പാപ്പയ്ക്ക് മുമ്പ് തെറ്റാവരമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നതാണ്. കാരണം മാർപ്പാപ്പ പറയുന്നത് ഒന്നും തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനകത്തൊരു ചെറിയ തിരുത്തു വരുത്തിയത് സഭയുടെ കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനം മാത്രമാണ് തെറ്റാത്തത്, ബാക്കിയൊക്കെ തെറ്റിപ്പോകാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ സഭയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സഭയുടെ ഭരണപരമായ കാര്യങ്ങളാണ്. ഭരണപരമായ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നതിന് നിയമ സംവിധാനമുണ്ട്, നിയമമുണ്ട്, ചട്ടമുണ്ട്. അവരുടെ കാനൻ ലോ എന്ന് പറയുന്നതാണ്. അതിന് നിയമവും ചട്ടവും ഉണ്ട്. ആ നിയമവും ചട്ടവും അനുസരിച്ച് മാർപ്പാപ്പ എടുക്കുന്ന തീരുമാനം സഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ അന്തിമമാണ് എന്നുള്ളതാണ് വിശ്വാസം. അതിനെ പിന്നെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും അവകാശമില്ല. കാരണം അത് പരമാധികാര വ്യക്തിയാണ്. കത്തോലിക്ക സഭയുടെ പരമാധികാര വ്യക്തിയും സ്ഥാപനവുമാണ് മാർപ്പാപ്പ. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ ഒരു കുർബാനക്രമത്തിൽ ഉണ്ടായ തർക്കത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അത് അന്തിമമാണ്. അതിൽ പിന്നീട് ആർക്കും മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. അത് തെറ്റോ ശരിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം നമുക്കറിയില്ല അത്. ഇപ്പം ജനത്തെ നോക്കി നിന്നുകൊണ്ടുള്ള കുർബാനയാണോ അതോ ജനത്തിന് പിന്തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള കുർബാനയാണോ ശരി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ജനറൽ പബ്ലിക്കിന് അഭിപ്രായം പറയാൻ ഒരു അവകാശവുമില്ല. അത് അവരുടെ കാര്യമാണ്. അത് അവരുടെ കാര്യമാണ്. കാരണം അതിനകത്ത് ഈവൻ കോടതി പോലും അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റില്ല, പോലീസിനും അഭിപ്രായം പറയാൻ പറ്റില്ല. വിശ്വാസികളും ഈ പൗരോഹിത്യ സമൂഹം അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ തീരുമാനിച്ചിട്ട് അത് നടപ്പിലാക്കുകയാണെങ്കിൽ അതെന്തോ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ തർക്കത്തിൽ കക്ഷി ചേരുന്നതും ശരിയല്ല. ജനാഭിമുഖ കുർബാനയാണ് ശരി അല്ലെങ്കിൽ മറ്റേ കുർബാനയാണ് ശരി എന്ന നിലക്ക് കക്ഷി ചേർന്ന് അതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ല. അത് അവരുടെ തീരുമാനം അവരെടുക്കട്ടെ. അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ വരികയും പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് ആർക്കും തമ്മിൽ തർക്കമില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുദേവൻ്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുരിശാരോഹണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും അദ്ദേഹം ഈ ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം മനുഷ്യവംശത്തെ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയും അവരുടെ ഈ മോക്ഷ സാധ്യതയ്ക്ക് വേണ്ടിയും അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗസുരഭിലമായ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതം ഇന്നും സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശത്തെക്കുറിച്ചും ഒന്നും ഇവർക്ക് രണ്ടു കൂട്ടർക്കും തമ്മിൽ തർക്കമില്ല. കാരണം അതിൽ തർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർത്ത് അത് തർക്കമില്ല. കാരണം യേശുദേവൻ്റെ ഒരു സങ്കല്പം, ഞാൻ യേശുദേവൻ എന്ന് വളരെ ബോധപൂർവം തന്നെ ഉപയോഗിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2000 ആണ്ടിൽ ഉണ്ടായേക്കുന്ന മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് യേശുദേവൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ
സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിച്ചപ്പോൾ യേശുദേവൻ പറഞ്ഞത് 770 വട്ടം എന്നാണ്. 770 വട്ടം എന്ന് പറഞ്ഞാൽ അനന്തമായി ക്ഷമിക്കണം. ക്ഷമിക്ക് നെല്ലിപ്പലക ഇല്ല എന്നാണ് യേശുദേവൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ ബോധ്യവും അദ്ദേഹത്തിൻ്റെ അനുഭവവും അതാണ്. അതുകൊണ്ടാണ് തന്നെ ഒറ്റുകൊടുത്തവനോട് പോലും പറഞ്ഞത് എന്താണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളാമായിരുന്നു, തനിക്കല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരികയും ശത്രുമിത്ര ഭാവങ്ങൾക്ക് അതീതമായ ഒരു സ്നേഹസങ്കല്പം മനുഷ്യജീവിതത്തിൽ സാധ്യമാണ് എന്ന് യൂറോപ്പിനെ അമേരിക്കയും ഒക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യന്മാരിൽ ഒരാളാണ് ആയിട്ടാണ് ഞാൻ യേശുദേവനെ കാണുന്നത്. അദ്ദേഹത്തിന് ശത്രുവില്ല, മിത്രവുമില്ല. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒടുങ്ങി ഉച്ചവരെ ശത്രുക്കളെ ഉണ്ടാക്കി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ അവരെ സ്നേഹിക്കുക എന്നല്ല അർത്ഥം. ശത്രു മിത്ര ഭാവങ്ങൾക്ക് അതീതമായി സ്നേഹം ഒരു 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 രീതിയായി സ്വന്തം ജീവിതത്തിൽ മാറുക എന്നാണ് അതിനർത്ഥം. പിന്നെ യേശുദേവൻ്റെ ജീവിതത്തിലെ വിസ്മയങ്ങളുണ്ട്. അതിലേറ്റവും ഗംഭീരം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള രംഗങ്ങളിൽ ഒന്ന് മറിയക്ക് മാപ്പ് കൊടുക്കുന്ന രംഗമാണ്. വ്യഭിചാരത്തിന് കയ്യോടെ പിടിക്കപ്പെട്ടവളാണ് മറിയ. വ്യഭിചാരത്തിന് മോശയുടെ നിയമം വധശിക്ഷയാണ് വിധിക്കുന്നത്. അപ്പോൾ വ്യഭിചാരത്തിന് കയ്യോടെ പിടിക്കപ്പെട്ട മറിയയെ യേശുദേവൻ്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു. ഹാജരാക്കിയിട്ടാണ് പറയുന്നത്, ഇവൾ വ്യഭിചാരിണിയാണ്, ഇവളെ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഒരു വലിയ കുരുക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്ന വാക്കിൽ കുരുക്കുന്നതിന് വേണ്ടി അവനോട് ചോദിച്ചു എന്നാണ്. വാക്ക് കുരുക്കായി മാറണം. എന്താണ് ആ കുരുക്ക്? ഇവളെ വെറുതെ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമം ലംഘിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ യേശുദേവനെ വധിക്കാം. ഇവളെ ശിക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവൻ കള്ളപ്രവാചകനാണ് എന്ന് പറഞ്ഞ് യേശുദേവനെ വധിക്കാം. എന്തായാലും കുരുക്കാണ്. അതിനാണ് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്നാണ്. എല്ലാവരും കല്ല് താഴെയിട്ട് പിരിഞ്ഞുപോയി. ഇപ്പോൾ അരങ്ങിൽ അവശേഷിക്കുന്നത് യേശുവും വേശ്യയും മാത്രം. എന്തൊരു ഭാവനയാണത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവൻ എന്ന് സുവിശേഷകന്മാർ സാക്ഷ്യം പറഞ്ഞ യേശുദേവൻ പാപപങ്കിലമായ ഒരു ജീവിതം നയിച്ച്, അന്നത്തെ സങ്കല്പത്തനുസരിച്ച് പാപപങ്കിലമായ ഒരു ജീവിതം നയിച്ച് അതിന് പിടിക്കപ്പെട്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന ഒരുവൾ. ഈ രണ്ടു പേരെയും കൂടി ഒരേ ഫ്രെയിമിൽ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്ന ആ ഒരു ഭാവനയുണ്ടല്ലോ, ആ ഭാവന അപാരം തന്നെയാണ്. അപ്പോഴാണ് പറയുന്നത്, ഞാനോ നിന്നെ വിധിക്കുന്നില്ല എന്ന്. ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഇവർക്ക് രണ്ടു കൂട്ടർക്കും തമ്മിൽ തർക്കമില്ല. പിന്നെ തർക്കം എന്തിലാണുള്ളത്? തർക്കമുള്ളത് ഭരണപരമായ കാര്യങ്ങളിലാണ്. ഭരണപരമായ കാര്യങ്ങൾ സെക്കുലർ ഇഷ്യൂസാണ്. ഭരണപരമായ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് സെക്കുലർ ഇഷ്യൂസാണ്. ഭൂമി വാങ്ങിക്കൽ, ഭൂമി വിൽക്കൽ, പള്ളിയുടെ ഭരണം ആര് എങ്ങനെ നടത്തണം, അതിനൊക്കെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിയമം ഉള്ളതുകൊണ്ട് തന്നെ അത് പരിശോധിക്കപ്പെടുകയും ചെയ്യാം. അതെ. ഇപ്പോൾ ഒരാൾക്ക് കുമ്പസാരക്കൂട്ടിലിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യത്തിന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് കുമ്പസാരക്കൂടല്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം മാത്രമേ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഭരണപരമായ കാര്യങ്ങളാണ്. സാറേ, പക്ഷേ ഒരു സംശയം ചോദിക്കും. മാർപ്പാപ്പ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഉയർന്ന തസ്തികയിലിരിക്കുന്ന ഒരാളെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ മാർപ്പാപ്പ പറയുന്ന നിയമം അനുസരിച്ച് ഒരു കൂട്ടർ നിൽക്കുകയും മാർപ്പാപ്പ പറയുന്നതിന് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പോലും സംശയമില്ല, ഇതെന്താ? അല്ല, മാർപ്പാപ്പയുടെ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരാൾക്ക് കത്തോലിക്ക സഭയിൽ തുടരാനായിട്ട് അവകാശം ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ ഉത്തരം.
അപ്പോൾ സഭകൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അല്ല സാധാരണ ഈ മനസ്സിലാവുന്നില്ലല്ലോ. അതായത് ഈ മാർപ്പാപ്പയാണ് അന്തിമ തീരുമാനം. തെറ്റാവരമുണ്ട് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമാണ് പറഞ്ഞത് തനിക്ക് അങ്ങനെ തെറ്റാവരമൊന്നുമില്ല, തനിക്കും തെറ്റുപറ്റാം എന്നാണ്. തനിക്കും തെറ്റുപറ്റാം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ തെറ്റുപറ്റുമെന്നല്ല. ഉം. പക്ഷേ കത്തോലിക്ക സഭയുടെ ദീർഘകാലത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ പോലും ഇത്തരത്തിൽ മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചവർക്കെതിരെ അവർ ശക്തമായ നടപടിയെടുത്ത ചരിത്രവും കൂടിയുണ്ട്. ഉം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് സിനിജു ഇത് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ആൾ കേരളത്തിൽ ഒരു വലിയ കത്തോലിക്ക നേതാവുണ്ടായിരുന്നു. ഉം. തൊഴിലാളി എന്ന എന്താണ് KTP, കേരള തൊഴിലാളി പാർട്ടിയുടെ നേതാവായിരുന്ന ഫാദർ വടക്കൻ. വലിയ പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ തടിച്ചു കൂടുമായിരുന്നു. അദ്ദേഹം കത്തോലിക്ക സഭയുടെ തീരുമാനങ്ങളെ എതിർത്തപ്പോൾ കത്തോലിക്ക സഭ അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം തേക്കിൻകാട് മൈതാനത്ത് ഒരു കുർബാന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അന്നൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. എനിക്കൊക്കെ അത് ഓർമ്മയുണ്ട് ആ വാർത്തകൾ. തേക്കിൻകാട് മൈതാനത്ത് മറ്റേ ഫാദർ വടക്കൻ ഇതാ കുർബാന നടത്തുന്നു എന്ന് പറഞ്ഞു. ഫാദർ വടക്കൻ അവിടെ കുർബാന നടത്തിയിട്ട് അപ്പോൾ ഈ വടക്കൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടുന്ന ലക്ഷക്കണക്കിനായ വിശ്വാസികൾ അദ്ദേഹത്തോടൊപ്പം സഭ വിട്ടു പോകും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കുർബാനയിൽ തേക്കിൻകാട് മൈതാനത്ത് അങ്ങനെ അധികം പേര് പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഒടുവിൽ അദ്ദേഹം ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോകേണ്ടിയും വന്നു. അങ്ങനെ അകന്നു പോയതിന് ശേഷം അദ്ദേഹം പിന്നെ മന്മഥൻ മാഷോടൊപ്പം MP മന്മഥൻ മാഷിനോടൊപ്പം ചേർന്നിട്ടാണ് അദ്ദേഹം ഈ നേത്രദാന യജ്ഞം തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം അവസാന കാലം വരെ ജീവിച്ചത്. ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫാദർ വടക്കനെപ്പോലുള്ള ഒരാൾ, അത്രയേറെ ജനങ്ങളിൽ വിശ്വാസികൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് പോലും കേരളത്തിൽ കത്തോലിക്ക സഭയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സഭയ്ക്കെതിരെ ആര് നിന്നാലും അതിനെതിരെ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതൊരു ഗ്രൂപ്പാണ് അല്ല, അതൊരു വലിയ സംവിധാനമല്ലേ. പിന്നെ ഇതിനകത്ത് ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സംഘർഷത്തിലൊക്കെ ഏർപ്പെടുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കത്തോലിക്ക സഭ വലിയൊരു തൊഴിൽദായക പ്രസ്ഥാനം കൂടിയാണ്. 10,000-10,000 പേര് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് എത്രയോ സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, കോളേജുകളുണ്ട്, പ്രിൻറ്റിങ് വ്യവസായ ചെറിയ വ്യവസായ യൂണിറ്റുകൾ, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളില്ലേ. അതിലൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അപ്പോൾ ഈ സംഘർഷങ്ങളെല്ലാം അവരെ കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ ഓർക്കണം എന്നാണ് ഒരു സെക്കുലർ ആംഗിളിൽ നോക്കുമ്പോൾ എനിക്ക് പറയാം. ഇതൊക്കെ സെക്കുലർ ഇഷ്യൂസാണ്, അല്ലെങ്കിൽ ഇത് അവരെയും കൂടി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ സെക്കുലർ ആംഗിൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ എന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. ഒരു പുരോഹിതൻ രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുക, ഞാൻ രാജിക്ക് സന്നദ്ധനാണെന്ന് നേരത്തെ പറയുക, പിന്നീട് ഔദ്യോഗികമായി രാജിവെക്കുക, ഇതൊക്കെ തന്നെ ഇതിൻ്റെ അല്ല, അങ്ങനെയല്ല. രാജിക്ക് സന്നദ്ധനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്ത എക്സ്റ്റൻഷനാണ്, ചുമതല കൊടുത്തതാണ്. അപ്പോൾ അത് അദ്ദേഹം വയ്യ എന്ന് പറഞ്ഞു എന്ന നിലക്ക് മാത്രം അതിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിനൊരു മാനം ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റർ പോയി വേറൊരു അഡ്മിനിസ്ട്രേറ്റർ വന്നു. ഇപ്പോഴത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് പാംബ്ലാനിയാണ്. അദ്ദേഹം തലശ്ശേരി രൂപതയുടെ ബിഷപ്പാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹമാണ് അത് നിർവഹിക്കുന്നത്. അഡീഷണൽ ചാർജാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് അതും നോക്കേണ്ടി വരും, ഇതും നോക്കേണ്ടി വരും. അതൊക്കെ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയോ ഇല്ലയെന്നൊക്കെ ഉള്ളത് കാര്യം ചർച്ചിൻ്റെ വിഷയമാണ്. അതൊന്നും നമ്മുടെ വിഷയമല്ല. പോലീസിനെ അതിക്രമിച്ചതിനെതിരെ അവിടെയാണ് അതിൻ്റെ പ്രശ്നം. നിലവിലുള്ള നിയമമനുസരിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുന്നതിനെ പുരോഹിതർക്ക് വേണ്ടി മാത്രമായി ഒരു നിയമം ഈ രാജ്യത്തില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, തെരുവിൽ പള്ളിക്കൂടം പിള്ളേരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വൈദികർ പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കി പോലീസുകാർക്ക് പരിക്കേൽപ്പിച്ചു എന്നുള്ളത്
ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇനി അതിൻ്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? പോലീസ് FIR ഇട്ട്, ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് FIR ഇട്ടേക്കണമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ FIR കണ്ടില്ല. ഇനി ഈ പ്രശ്നം തീരുമാനമെടുക്കണം എന്നുണ്ടെങ്കിൽ കോടതിക്കേ പറ്റൂ, കോടതിക്കേ പറ്റൂ. സ്റ്റേറ്റ് ഈ കേസ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാലും കോടതിയുടെ അംഗീകാരം കിട്ടിയാലേ FIR ഇട്ട് കഴിഞ്ഞാൽ ഒരു കേസ് പിൻവലിക്കാൻ പറ്റും. അതും പോലീസിൽ ആക്രമിച്ചു എന്നുള്ള കേസാകുമ്പോൾ അതങ്ങനെ പിൻവലിക്കാനും സാധ്യമല്ല. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതായിരുന്നു അവർക്ക് നല്ലത്. കാരണം ഈ കോടതിയിൽ പോയി നിന്ന് ഇതിന് ജാമ്യമെടുത്ത് കോടതിയിൽ പോയി നിന്ന് ക്രിമിനൽ ഒഫൻസാണ്. എല്ലാ കേസ് വിളിക്കുന്ന ദിവസവും അവിടെ പോയി നിന്നിട്ട് ഹാജരായി ഇതിന് മറുപടി പറയേണ്ടി വരും. അത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. വാദിഭാഗം വരുമ്പോൾ പ്രതിഭാഗം വരില്ല, പ്രതിഭാഗം വരുമ്പോൾ വാദിഭാഗം വരില്ല. അനന്തമായി നീളും കേസ്. നമ്മുടെ നാട്ടിലെ കേസുകളുടെ കാര്യം അറിയാമല്ലോ. അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ഇവർ പരിശ്രമിക്കേണ്ടതായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളൊരു വൈദികനെ ബഹുമാനിക്കുന്നത് വ്യക്തിയെയല്ല, ആ പദവിയെയാണ്. ബഹുമാനം എപ്പോഴും വ്യക്തിക്കല്ല, പദവിക്കാണ്. അപ്പോൾ ആരാണോ ആ പദവി വഹിക്കുന്നത്, ആ പദവി വഹിക്കുന്ന ആൾ ആ പദവിക്ക് കളങ്കം ഉണ്ടാക്കാത്ത പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ നിയമം. അപ്പോൾ അതുകൊണ്ടാണ് ചിലർക്ക് ചിലത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഓരോ പ്രൊഫഷൻ വരുമ്പോൾ അതിൻ്റെ ഡിഗ്നിറ്റി മാറും. അതെ, ഒരു ജേർണലിസ്റ്റ് നീങ്ങുന്ന രീതിയിൽ ഒരു അധ്യാപകന് നീങ്ങാൻ കഴിഞ്ഞെന്നിരിക്കില്ല, ഒരു ജഡ്ജിക്ക് നീങ്ങാൻ കഴിഞ്ഞെന്നിരിക്കില്ല, ഒരു സിവിൽ സർവൻറ്റിന് നീങ്ങാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അവർക്കൊക്കെ അതിൻ്റെ ഇത് വരും. അപ്പോൾ അവർ ആ ഡിഗ്നിറ്റിക്ക് ഒത്തവണ്ണം പ്രവർത്തിച്ചാൽ മാത്രമേ അവർ ആ പദവിക്ക് ബഹുമാനം കിട്ടൂ. വ്യക്തിക്കല്ല, വ്യക്തിക്ക് ഇപ്പോൾ ബഹുമാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്താണ്, കുറേ കഴിയുമ്പോൾ വ്യക്തി ചത്തുപോകും, ചത്തു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും, ചീഞ്ഞ് മാറിപ്പോകും. അതുകൊണ്ട് ആരും തന്നെ ഒരു വ്യക്തിയെ മഹത്വവൽക്കരിക്കുന്നതല്ല അതിനകത്ത് പ്രശ്നം. പക്ഷേ ആ പദവിക്കൊരു അന്തസ്സുണ്ട്. ആ പദവിയുടെ അന്തസ്സിന് ചേർന്ന വിധത്തിലാണ് ഇവർ പെരുമാറിയത് എന്ന് കരുതാൻ ഈ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കഴിയില്ല എന്നാണ് എൻ്റെ ഉത്തരം. ചിലപ്പം അവസാനമായി പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് പരിഹാരമുണ്ടോ? അപ്പോൾ പൊതുജനങ്ങളോട് സംശയം, ഇതെങ്ങനെയാണ് തീരുക എന്ന് പറഞ്ഞാൽ, കത്തോലിക്ക സഭയിലാണെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായിട്ടുള്ള മാർപ്പാപ്പ പറയുന്ന തീരുമാനം അനുസരിച്ചിട്ട് അതിനകത്ത് നിൽക്കാൻ കഴിയും. അങ്ങനെ നിൽക്കാൻ കഴിയാത്തവർ സഭ വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായത്, അങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചുകൾ ഉണ്ടായത്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ധാരാളം പേര് അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് പോകാൻ പറ്റുമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഈ ഘട്ടത്തിൽ നമുക്കൊരു നിഗമനത്തിലെത്താനും പറ്റില്ല, അഭിപ്രായം പറയാനും പറ്റില്ല. അതിലെല്ലാം ഉപരി ചർച്ചൊക്കെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ട്രസ്റ്റിൽ നിന്നൊരു വ്യക്തി പോയി കഴിഞ്ഞാൽ ട്രസ്റ്റിൻ്റെ ആസ്തി ആ വ്യക്തിയുടെ കൂടെ പോവില്ല, അത് ട്രസ്റ്റിൽ തന്നെ നിൽക്കും. വ്യക്തിക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് അന്തർലീനമാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. തൻ്റെ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ നീങ്ങട്ടെ, അതുവരെ കാത്തിരിക്കുക നമുക്ക്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.